ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ രാജ് ഫ്ലോറൽസ്. ഞാൻ എൽദോസ് രാജു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് വാട്ടർ ലില്ലികളെ പറ്റിയാണ്. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. എന്നിരുന്നാലും ഇത് ആദ്യമായിട്ട് ഒരു വാട്ടർ ലില്ലി വാങ്ങിച്ച് നടണം, അതിപ്പോൾ ഏത് വാട്ടർ ലില്ലി മേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചും സംശയിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വാട്ടർ ലില്ലികളുടെ കുടുംബം തന്നെ ഒരു അത്ഭുത ലോകമാണെന്ന് നമുക്ക് പറയാം. വളരെയധികം ജനുസുകളും ഉപജനുസുകളുമുള്ള വളരെ വൈവിധ്യമാർന്ന ഒരു കുടുംബമാണ് ഈ പറയുന്ന വാട്ടർ ലില്ലികൾ. ഈ വാട്ടർ ലില്ലികളുടെ ചരിത്രവും അതിൻ്റെ ജനുസുകളെ പറ്റിയുള്ള വിവരണങ്ങളും ഞാനൊരു പ്രത്യേക വീഡിയോ ആയിട്ടാണ് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വളർത്താൻ പറ്റുന്ന, തുടക്കക്കാർക്ക് വളർത്താൻ പറ്റുന്ന 5 ഇനം ട്രോപ്പിക്കൽ വാട്ടർ ലില്ലികൾ, പ്രത്യേകിച്ചും ഡേ ബ്ലൂമർ ആയിട്ടുള്ള വാട്ടർ ലില്ലികളെ പറ്റിയാണ് പറയുവാനായിട്ട് പോകുന്നത്. 1800കളുടെ തുടക്കത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ഹൈബ്രിഡ് ആമ്പലാണ് നിംഫിയ ഡൗബിനിയാന. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഹൈബ്രിഡ് ആമ്പൽ അവർ കണ്ടെത്തുന്നത്. ഇത് തനിയെ പ്രകൃതിയാൽ ക്രോസ് പോളിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇനമാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ചിലർ പറയുന്നു ഇത് ജർമ്മനിയിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആമ്പലാണെന്നും പറയും. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ നിംഫിയ ഡൗബിനിയാന എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആമ്പലാണ്. അത് നല്ല ചൂടുള്ളപ്പോൾ അത് വെള്ള കളറായിട്ട് മാറുകയും അതുപോലെ തന്നെ ചൂട് കുറയും തോറും അതിൻ്റെ നിറം ഒരു ഇളം നീല നിറമായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. വളരെ ചെറിയ പാത്രങ്ങളിൽ പോലും നമുക്ക് നട്ടുപിടിപ്പിച്ച് വളർത്താവുന്നതാണ്. തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ആമ്പലാണ് നിംഫിയ ഡൗബിനിയാന. നിംഫിയ ഡൗബിനിയാന എന്നാണ് ഇതിൻ്റെ ശരിക്കുമുള്ള പേരെങ്കിലും ഇതിനെ ഡൗബൻ എന്നാണ് എല്ലാവരും ഇപ്പോൾ ട്രേഡിൽ അല്ലെങ്കിൽ ഒരു ട്രേഡ് നെയിം എന്ന് പറയുന്നത് ഡൗബൻ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ചാൾസ് ജി.ബി. ഡോബിനി എന്ന് പറയുന്ന വ്യക്തിയുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പേര്, നിംഫിയ ഡൗബിനിയാന എന്ന പേര് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് നിങ്ങളൊന്ന് വാങ്ങി നട്ടു നോക്കുക. എന്താണെങ്കിലും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ട്രേഡിലുള്ള കുറച്ച് വാട്ടർ ലില്ലികൾ എടുത്താൽ അതിലുള്ള ഒരു വാട്ടർ ലില്ലിയാണ് നിംഫിയ കേപ്പിൻസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ്. ആഫ്രിക്കയിലെ ഒരു തദ്ദേശീയ ഇനം വാട്ടർ ലില്ലിയാണ് ഈ പറയുന്ന കേപ്പിൻസിസ്. അപ്പോൾ ഇതിന് പല ഫോംസുകളുണ്ട്. ഒരു പിങ്ക്, ലൈറ്റ് ബ്ലൂ, ഒരു വൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഫോംസുകളിലും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു വെറൈറ്റിയുടെ കേപ്പിൻസിസിൻ്റെ ഒരു ഓർണമെൻ്റൽ പ്ലാന്റായിട്ട് പല ഹൈബ്രിഡുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. വളരെ സുലഭമായിട്ട് ഒട്ടുമിക്ക നഴ്സറികളിലും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്, ഈ പറയുന്ന നിംഫിയ കേപ്പിൻസിസ് എന്ന് പറയുന്ന വാട്ടർ ലില്ലി. പിന്നെ ഇത് വിലയാണെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള വില കൊടുത്താൽ മതി. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വാട്ടർ ലില്ലി കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതുകൂടി ട്രൈ ചെയ്യുക. 1928 കണ്ടുപിടിച്ച ഒരു ഇനം വാട്ടർ ലില്ലിയാണ് നിംഫിയ കൊളറാട്ട എന്ന് പറയുന്നത്. ഈ കൊളറാട്ടയുടെ പ്രത്യേകത അതിൻ്റെ കേസരങ്ങളാണ്. ഈ കേസരങ്ങൾക്കൊരു പ്രത്യേക ഭംഗിയാണ് ഇതിനുള്ളത്. ഈ ഒരിനം വാട്ടർ ലില്ലി ഇപ്പോൾ പല ഫോംസിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പിങ്ക് കളറുണ്ട്, അതിൻ്റെ വെള്ള കളറുണ്ട്. അപ്പോൾ അതിൻ്റെ പിങ്ക് കളറിനെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത് മിൻട്ര എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ്. നല്ല ഫ്രീ ബ്ലൂമിംഗ് ആയിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിച്ച് അല്ലെങ്കിൽ മറികടന്ന് പൂക്കുവാനുള്ള കഴിവ് ഈ പറയുന്ന നിംഫിയ കൊളറാട്ടയ്ക്കുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഓസ്ട്രേലിയൻ ഹൈബ്രിഡ് വാട്ടർ ലില്ലികളുടെ സ്റ്റെമിൻസിന് അല്ലെങ്കിൽ അതിൻ്റെ കേസരങ്ങൾക്ക് നിറം കൊടുക്കുവാനായിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസിങ് പാരൻ്റായിട്ട് ഈ പറയുന്ന നിംഫിയ കൊളറാട്ടയെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഹൈബ്രിഡുകൾ ഈ നിംഫിയ കൊളറാട്ട വെച്ച് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, തുടക്കക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇനം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇനി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പല കുളങ്ങളിലും കായലുകളിലും തോടുകളിലും എല്ലാം കാണുന്ന ഒരിനം വാട്ടർ ലില്ലിയാണ് നിംഫിയ പനാമ പസഫിക് എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ധാരണ ഇത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ രൂപപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടായി വന്ന ഒരു ഇനമാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വില്യം ട്രിക്കർ എന്ന് പറയുന്ന ഒരു US ഹൈബ്രിഡൈസർ 1914 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വെറൈറ്റിയാണ് അല്ലെങ്കിൽ ഒരു വാട്ടർ ലില്ലിയാണ് ഈ പനാമ പസഫിക്. ഇതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ ലില്ലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വിവി പാരസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയിൽ നിന്ന് പുതിയ തൈകൾ പൊട്ടിമുളയ്ക്കുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇല എവിടെയെല്ലാം ഒഴുകി പോകുന്നോ അവിടെയെല്ലാം പുതിയ പുതിയ തൈകൾ പൊട്ടിമുളയ്ക്കും, അത് അങ്ങ് പടർന്നു പിടിക്കുകയും ചെയ്യും. അപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ പറയുന്ന നിംഫിയ പനാമ പസഫിക് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ വന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതായിരിക്കണം. പിന്നെ മറ്റൊരു കാര്യം, ഇതിന് ഒരു ചെറിയ ഷെയ്ഡിലാണെങ്കിൽ പോലും എന്ന് വെച്ചാൽ ചെറിയൊരു സൺലൈറ്റ് കിട്ടിയാൽ പോലും ഇത് പൂവിടും. അതുപോലെ തന്നെ ഒരു ചെറിയ ചട്ടിയിൽ ഒരു ചെറിയ നനവുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന പനാമ പസഫിക് പൂവിട്ട് കാണാറുണ്ട്. ഫ്രണ്ട്സ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രാജ് ഫ്ലോറൽസ് എന്നുള്ള ഒരു പ്രൊഫൈലുണ്ട്. അപ്പോൾ ഈ പറയുന്ന 5 മിനിറ്റും 6 മിനിറ്റും വീഡിയോസ് കാണുവാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡിൽ താഴെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് റീൽസ് ആയിട്ടാണ് അതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരവും നമ്മൾ കണ്ടത് ഒരു ഓൾഡ് സ്പീഷീസ് എന്ന് പറയുന്ന വാട്ടർ ലില്ലികളാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഇനം, ഇപ്പോൾ ഒരുപാട് പുതിയ ഹൈബ്രിഡുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു വാട്ടർ ലില്ലിയാണ് നിംഫിയ ബുൾസൈ എന്ന് പറയുന്നത്. 2007 ഫ്ലോറിഡ അക്വാട്ടിക് നഴ്സറിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ തന്നെയാണ് ഇത് ഹൈബ്രിഡൈസ് ചെയ്തതും. പിന്നെ തുടക്കക്കാർക്ക് പറ്റിയ ഒരു വാട്ടർ ലില്ലി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്നത് ഈ ബുൾസൈ ആണ്. ഇത് നട്ട് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് പൂ കിട്ടും. പിന്നെ ആണ്ടുവട്ടം പൂവിടുകയും ചെയ്യും. ഒരു ചെറിയൊരു ഡോർമൻസിയിൽ പോവുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് തിരിച്ചു വരികയും വീണ്ടും പൂവിടുകയും ചെയ്യും. വാട്ടർ ലില്ലി നടുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോയാണിത്. ഇത് കാണുന്ന നിങ്ങളിൽ പലരും എക്സ്പേർട്ടുകളായിരിക്കും, നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ളവരായിരിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുവാനായിട്ട് സാധ്യതയില്ല. എന്നിരുന്നാലും ഇത് ആദ്യമായിട്ട് ഒരു വാട്ടർ ലില്ലി ചെയ്യണം അല്ലെങ്കിൽ നടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്തതാണ്. അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ താമരകളെ പറ്റി അല്ലെങ്കിൽ താമരകളും ആമ്പലും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താമരകളെ പോലെ ഈ പറയുന്ന വാട്ടർ ലില്ലി നമുക്ക് വളർത്തുവാനായിട്ട് ഒരുപാട് സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. ചെറിയ സ്ഥലങ്ങളിൽ പോലും ഒതുക്കി വളർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരുപാട് മണ്ണോ വെള്ളമോ അല്ലെങ്കിൽ വളമോ ഇതിൻ്റെ ഒന്നും ആവശ്യം ഈ പറയുന്ന വാട്ടർ ലില്ലികൾക്കില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി പുതിയൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.